ത്വം പ്രത്യക്ഷം ബ്രഹ്മാസി ത്വദീയ ഇന്ദ്രിയാണി മനോബുദ്ധിരിതി സപ്തജിഹ്വാഹ ത്വയി വിഷയ ഇതി സമിധോ ജുഹോമി. വിഷയങ്ങളാകുന്ന സമിത്തുക്കളെ ഞാൻ ഹോമിക്കുന്നു എന്ന് പറയുമ്പോൾ അല്പം എള്ളുകൂടി വേണം. അപ്പോൾ കുറച്ച് എള്ളെടുത്ത് നമ്മൾ ഈ അഗ്നിയിലേക്ക് സമർപ്പിക്കുക. ഈ ചട്ടിയിൽ അഗ്നി ജ്വലിപ്പിച്ചതിന് ശേഷം അഹം ഇത്യാജ്യം ജുഹോമി എന്ന് പറയുമ്പോൾ ഈ നെയ്യ് ഏതാനും തുള്ളികൾ ആ അഗ്നിയിലേക്ക് സമർപ്പിക്കുക. അഹം ഇത്യാജ്യം ജുഹോമി ത്വം നഹ പ്രസീദ പ്രസീദ ശ്രേയച്ച പ്രയച്ച പ്രയച്ച സ്വാഹ എന്ന് പറയുമ്പോൾ ആ നാളികേരപ്പോഴും അതിലേക്ക് സമർപ്പിക്കുക. ഇങ്ങനെ ഒരു 8 പ്രാവശ്യം ചെയ്യുക. നമ്മുടെ ജീവിതത്തിൽ എന്നിട്ട് ഒടുവിൽ പറയുന്നുണ്ടല്ലോ, ശ്രേയച്ച പ്രയച്ച പ്രയച്ച സ്വാഹ. ഞങ്ങൾക്ക് ശ്രേയസ് ഉണ്ടാക്കിയാലും ആത്മീയമായിട്ടുള്ള അറിവ് ഞങ്ങൾക്ക് നൽകിയാലും അതോടൊപ്പം ഭൗതികമായി ഞങ്ങളുടെ ജീവിതത്തിന് സമൃദ്ധിയെ പ്രദാനം ചെയ്താലും പ്രയച്ച നൽകിയാലും. അപ്പം ഈ ഒരു വലിയ സങ്കല്പത്തോടു കൂടി മുൻപിൽ തെളിഞ്ഞു നിൽക്കുന്ന ഈ ഹോമകുണ്ഡത്തിലെ അഗ്നിയെ സാക്ഷാൽ പരബ്രഹ്മമായി സങ്കല്പിച്ചുകൊണ്ട് ഈ ഒരു ഹോമം ഏറ്റവും ലളിതമായ രീതിയിൽ വലിയ പണച്ചെലവൊന്നുമില്ലാതെ നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് തന്നെ നടത്താവുന്നതാണ്. ആർക്കും നടത്താവുന്നതാണ്. അതിന് യാതൊരു വിധത്തിലുള്ള വിലക്കുകളുമില്ലാത്തതുമാണ്. ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുകയാണ്. ഈ കുടുംബ സംഗമത്തിന് എത്തിച്ചേർന്ന എല്ലാവർക്കും ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവൻ്റെ കാരുണ്യവും അനുഗ്രഹവും ഒക്കെ എപ്പോഴും ഉണ്ടാകട്ടെ എന്ന് മഹാഗുരുവിനോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഗുരുപാദങ്ങളിൽ സമർപ്പിക്കുന്നു. നന്ദി. ശ്രീമദ് ധർമ്മചൈതന്യ സ്വാമികളുടെ അനുഗ്രഹ പ്രഭാഷണം കഴിഞ്ഞ 1 മണിക്കൂറിൽ കൂടുതലായി നമ്മൾ ശ്രവിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. വളരെ മൃദുമായ ഭാഷയിൽ നമ്മുടെ ഹൃദയത്തിൽ തങ്ങി നിൽക്കുന്ന ധാരാളം കാര്യങ്ങൾ അദ്ദേഹം നമ്മളെ പഠിപ്പിച്ചു. 2 വർഷം മുമ്പ് നമ്മളുടെ ഈ ചുറ്റുമതിലിന് തറക്കല്ലിടാൻ സ്വാമിജിയാണ് വന്നിരുന്നത്. ഇത്ര മനോഹരമായി ചുറ്റുമതിലിപ്പോൾ പൂർത്തീകരിച്ച് നമ്മളുടെ മുന്നിൽ നിൽക്കുന്നു. അതിന് തറക്കല്ലിടാൻ അദ്ദേഹം വന്നപ്പോൾ ചെയ്തൊരു പ്രഭാഷണത്തിലെ പല കാര്യങ്ങൾ ഇപ്പോഴും നമ്മളുടെ മുന്നിൽ തങ്ങി നിൽപ്പുണ്ട്. ഞാൻ ഒരിക്കലും അത് പറഞ്ഞതാണെന്ന് തോന്നുന്നു. പഞ്ചേന്ദ്രിയങ്ങൾ ഉള്ളതുപോലെ കർമ്മേന്ദ്രിയങ്ങളും നമ്മൾക്കുണ്ട്. കർമ്മേന്ദ്രിയങ്ങൾ നമ്മൾ വേണ്ട രീതിയിൽ വിനിയോഗിക്കുകയാണെങ്കിൽ ലോകത്ത് സമാധാനം നിലനിൽക്കും എന്ന ഒരു വലിയ കാര്യം അദ്ദേഹം പറഞ്ഞു. ഇന്ന് നമ്മൾ ലോകത്തിൻ്റെ പല ഭാഗത്തും കാണുന്ന ഈ ഇന്നത്തെ അവസ്ഥ, യുദ്ധഭീതിയിൽ ജീവിക്കുന്ന ഈ അവസ്ഥ, സ്വാമിജി എന്ന് പറഞ്ഞ കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഉണ്ടാവില്ല. വാക്കുകൊണ്ട് മറ്റൊരാളെ ഹനിക്കാതിരിക്കുക, കൈകാലുകൾ കൊണ്ട് ഹനിക്കാതിരിക്കുക, വിസർജനേന്ദ്രിയങ്ങളും ജനനേന്ദ്രിയങ്ങളും കൊണ്ട് മറ്റാൾക്കാരെ ഹനിക്കാതിരിക്കുക. ഈ 5 കാര്യങ്ങൾ ചെയ്താൽ ലോകത്ത് സമാധാനമെത്തും. അപ്പോൾ ഇന്ന് സ്വാമി മറ്റ് 2 കാര്യങ്ങളാണ് ഇന്ന് പറഞ്ഞതിൽ നിന്ന് ഞാൻ എൻ്റെ മനസ്സിൽ കടന്നുകൂടിയിരിക്കുന്നത്. അതായത് മഹാത്മാഗാന്ധിയും ഗുരുവും നമ്മൾ ധരിച്ചു വച്ചിരിക്കുന്നതിനപ്പുറമുള്ള പല കാര്യങ്ങളും ഇന്ന് സ്വാമിജി നമ്മളുടെ പറഞ്ഞു തന്നു. അപ്പോൾ ഇതെല്ലാം നമ്മളുടെ നിത്യജീവിതത്തിൽ വേണ്ടുവോളം ഗുണങ്ങൾ പ്രദാനം ചെയ്യുമെന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല. അതിനെ ഗുരുദേവൻ നമ്മളെ അനുഗ്രഹിക്കട്ടെ. സ്വാമിജി, അങ്ങയുടെ അനുഗ്രഹ പ്രഭാഷണത്തിന് നന്ദി. അടുത്തതായി നമ്മളുടെ 36ാം ഡിവിഷൻ്റെ കൗൺസിലർ ശ്രീമതി പെട്ടെന്ന് പേര് പോലും മറന്നുപോയി, അംബിക സുദർശൻ അവർകളാണ്. വളരെ ആദരവോടെ ഞാൻ കൗൺസിലറെ ആശംസകൾ പറയുന്നതിന് വേണ്ടി ക്ഷണിക്കുന്നു.
ഗുരുപദം കുടുംബ സംഗമം 2025 പൊതുസമ്മേളന വേദിയിൽ യോഗത്തിൻ്റെ അധ്യക്ഷപദം അലങ്കരിക്കുന്ന നമ്മുടെ ബഹുമാന്യായ ശാഖയുടെ പ്രസിഡന്റ് ശ്രീ എൻ സുഗതൻ അവർ, നമ്മുടെ ഈ കുടുംബ സംഗമ പരിപാടി ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ച ഉദ്ഘാടകൻ ശ്രീ MD അഭിലാഷ് അവർ, നമ്മുടെ ഈ സദസ്സിനെ വാക്കുകൾ കൊണ്ട് സമ്പുഷ്ടമാക്കിയ അനുഗ്രഹ പ്രഭാഷണം നടത്തിയ സ്വാമിജി ധർമ്മ ചൈതന്യ അവർകളെ, നമ്മുടെ ശാഖയുടെ സെക്രട്ടറി കാർത്തികേയൻ ചേട്ടൻ, നമ്മുടെ വേദിയിൽ പദമലങ്കരിക്കുന്ന ശിവദാസൻ ചേട്ടൻ, ഒപ്പം നമ്മുടെ ഭരണസമിതിയിലെ പ്രിയ അംഗങ്ങളെ, കുടുംബ യൂണിറ്റിൻ്റെ കൺവീനർമാർ, മറ്റ് കമ്മിറ്റി അംഗങ്ങൾ, നമ്മുടെ ശാഖയുടെ പോഷക സംഘടനകളായ വനിതാ സംഘത്തിലെ പ്രിയ സഹോദരിമാരെ, യൂത്ത് മൂവ്മെൻറ്റിൻ്റെ ഭാരവാഹികളെ, നമ്മുടെ മൈക്രോ ഫിനാൻസിൻ്റെ അംഗങ്ങളെ, ഒപ്പം നമ്മുടെ സദസ്സിലെ പ്രിയമുള്ള സഹോദരന്മാരെ, പ്രിയ മാതാപിതാക്കന്മാരെ, എല്ലാവർക്കും ഗുരുദേവനാമത്തിൽ നമസ്കാരം. ഒപ്പം തന്നെ ഇന്നലെ നമ്മുടെ 10ാം ക്ലാസ് പരീക്ഷ എഴുതിയ കുട്ടികളുടെ റിസൾട്ട് എല്ലാം വന്നു. അതിനകത്ത് വിജയം കരസ്ഥമാക്കിയ മുഴുവൻ കുട്ടികളെയും ഈ അവസരത്തിൽ അഭിനന്ദിക്കാൻ കൂടി ഞാൻ ഈ ഒരു അവസരം എടുക്കുകയാണ്. തീർച്ചയായിട്ടും ആ കുട്ടികൾക്കെല്ലാം തുടർന്നുള്ള വിദ്യാഭ്യാസത്തിന്, ഉന്നത വിദ്യാഭ്യാസത്തിന് എല്ലാവിധ സാഹചര്യവും നമുക്ക് നമ്മുടെ കുടുംബങ്ങളിൽ നിന്നും മാതാപിതാക്കളിൽ നിന്നും നമ്മുടെ ശാഖയുടെ ഭാഗത്തു നിന്നുമെല്ലാം എല്ലാവിധ സംവിധാനങ്ങളും ഒരുക്കാം എന്നുകൂടി ഈ അവസരത്തിൽ പറയുകയാണ്. കഴിഞ്ഞ കുറച്ച് ആഴ്ചകളായി നമ്മുടെ ഓരോ കുടുംബ യൂണിറ്റിൻ്റെയും 19 കുടുംബ യൂണിറ്റ് കൊണ്ട് സമ്പുഷ്ടമാണ് നമ്മുടെ ഈ ശാഖ. ഈ 19 കുടുംബ യൂണിറ്റുകളുടെയും എല്ലാ മാസത്തിലും നടത്തുന്ന പ്രാർത്ഥന കുടുംബ യൂണിറ്റുകൾ, പ്രഭാഷണ കുടുംബ യൂണിറ്റുകൾ ഉൾപ്പെടെ കഴിഞ്ഞ ആഴ്ചകളിലെല്ലാം കൃത്യമായി തന്നെ കുടുംബ യൂണിറ്റിൻ്റെ വാർഷികങ്ങളെല്ലാം നടത്തി അതിൻ്റെ അവസാന ഘട്ടമെന്ന അല്ലെങ്കിൽ കുടുംബ സംഗമത്തിലേക്കുള്ള കലാപരിപാടികളും കായിക മത്സരങ്ങൾക്കുമുള്ള ഒരു വേദി ഒരുക്കൽ കൂടിയാണ് നമ്മുടെ ഈ കുടുംബ സംഘവും നമ്മുടെ ശാഖയുമെല്ലാം. തീർച്ചയായിട്ടും നമ്മൾ ഇന്നിവിടെ ഇപ്പോൾ ഈ പൊതുസമ്മേളനം തുടങ്ങുന്നതിന് മുൻപുള്ള കസേരകളി ഉൾപ്പെടെ അതിൻ്റെ അവസാന ഘട്ടത്തിൽ അതിൽ പങ്കെടുത്തവരും ഒപ്പം തന്നെ അവരെക്കാൾ ആവേശത്തിൽ കാണികളും എല്ലാം അവരെ നമ്മളെല്ലാ സപ്പോർട്ടും കൊടുക്കുമ്പോൾ തീർച്ചയായിട്ടും കായിക മത്സരങ്ങൾക്കും കലാമത്സരങ്ങൾക്കുമുള്ള ഒരു വേദിയാവുക എന്നുള്ളതാണ് ഏറ്റവും പ്രാധാന്യം തന്നെ. പരീക്ഷയെല്ലാം കഴിഞ്ഞ് കുട്ടികളുടെ ഒരു വെക്കേഷൻ സമയത്ത് ഇത്തരത്തിൽ കുടുംബ യൂണിറ്റുകൾ പരിപാടികൾ നടക്കുമ്പോൾ ഈ വൈകുന്നേരങ്ങളും നാളെയുമായിട്ടുള്ള പരിപാടികളിലെല്ലാം കുട്ടികൾക്കൊരു വേദി ഒരുക്കുക, ഒപ്പം ഇത്തരത്തിൽ നമ്മുടെ കുടുംബങ്ങളെ അല്ലെങ്കിൽ തമ്മിലുള്ള സൗഹൃദത്തെ ഊട്ടിയുറപ്പിക്കുക എന്നുള്ളതാണ്. എനിക്ക് തോന്നുന്നു നമ്മൾ വച്ചിട്ടുള്ള വൈകുന്നേരത്തെ ഇന്നും നാളെയുമായിട്ടുള്ള പരിപാടികളിൽ ഇന്ന് 3 മണിക്കുള്ള ദിശ എന്നുള്ള ഒരു പ്രഭാഷണ പരിപാടി ഏറ്റവും കൂടുതൽ നമ്മുടെ പ്രിയപ്പെട്ട കുട്ടികൾ തന്നെയാണ് കേൾക്കേണ്ടത്. ഇത് ക്ലാസ് എടുക്കുന്ന അധ്യാപകനാണെങ്കിലും നല്ല രീതിയിലുള്ള ഇത്തരത്തിലുള്ളൊരു മോട്ടിവേഷൻ ക്ലാസ് അദ്ദേഹത്തിൻ്റെ ക്ലാസ്സുകൾ കേട്ടിട്ടുണ്ട് എന്നുള്ളൊരു പരിചയത്തിൽ കൂടി പറയുകയാണ്. പറ്റുമെങ്കിൽ ആ പരമാവധി കുട്ടികളെ കൂടി പങ്കെടുപ്പിക്കാനുള്ള ഒരു അവസരം ഉണ്ടാക്കേണ്ടതുണ്ട്. അപ്പോൾ നമ്മൾ സാധാരണ കുട്ടികളുടെ, ഞാൻ നിത്യവർത്തമാനങ്ങളൊന്നും പറയുന്നില്ല, പറയാറുമില്ല, എങ്കിൽ പോലും നമ്മൾ പരീക്ഷയിൽ വിജയിക്കുമ്പോൾ എല്ലാ കുട്ടികൾക്കും മുഴുവൻ വിഷയങ്ങളിലും A+ എന്ന് പറയുമ്പോൾ പഠനത്തിലെ A+നോടൊപ്പം തന്നെ അവരുടെ ജീവിതത്തിലെ അല്ലെങ്കിൽ അവരുടെ സമൂഹത്തിലുള്ള ജീവിത രീതികളിൽ A+ എന്നുള്ളതാണ്. തീർച്ചയായിട്ടും അത്തരത്തിലൊരു സാഹചര്യത്തിലാണ് നമ്മുടെ ജീവിതത്തോടൊപ്പം നമ്മുടെ ഗുരുദേവ ദർശനങ്ങൾ നമ്മുടെ ജീവിതത്തിലെ ആത്മീയമായിട്ടുള്ളതും ഭൗതികമായ സാഹചര്യങ്ങളിൽ ഗുരുദേവ ദർശനങ്ങൾക്ക് എത്രത്തോളം പ്രാധാന്യമുണ്ട് എന്നുള്ളതും അല്ലെങ്കിൽ എത്രത്തോളം നമ്മുടെ ജീവിതത്തിൽ അത് ഉൾപ്പെടുത്താൻ സാധിക്കും എന്നുള്ളതിനാണ് നമ്മുടെ ഗുരുദേവ ദർശനങ്ങളും ഗുരുദേവ കീർത്തനങ്ങളും പ്രഭാഷണങ്ങളും എല്ലാം നമ്മൾ കഴിഞ്ഞ കുറേ വർഷങ്ങളായി നമ്മുടെ കുടുംബ യൂണിറ്റുകൾ വഴി നമ്മുടെ അംഗങ്ങൾക്കും കുടുംബങ്ങൾക്കും എല്ലാം കൊടുക്കുന്നത്. ഞാനിത് A+ൻ്റെ കാര്യം പറയുമ്പോൾ നമ്മുടെ കുന്നുംപുറം സ്കൂളിലെ നമ്മുടെ സർക്കാർ വിദ്യാലയത്തിൽ തൊട്ടടുത്തുണ്ടായ ഒരു അനുഭവത്തെ പറയാൻ കൂടി ഞാൻ ആഗ്രഹിക്കുകയാണ്. കാരണം വട്ടേക്കുന്നം ഭാഗത്തെ ബീരാൻ എന്ന് പറയുന്ന ഒരു കുട്ടി,
അവൻ 9ാം ക്ലാസ്സിലാണ്, അവനെ 8ാം ക്ലാസ്സിലാണ് അവനെ ഇവിടെ കൊണ്ടുവന്ന് ചേർത്തത്. അപ്പോൾ കുട്ടിയുടെ അച്ഛന് വാപ്പാക്ക് എപ്പോഴും ഉള്ള ഒരു പരാതി എന്ന് പറയുന്നത് അവൻ പഠിക്കാൻ അത്ര മിടുക്കനല്ല എന്നുള്ളതാണ്. ഞാൻ സൂചിപ്പിക്കാനുള്ള ഒരു കാരണം, പഠനത്തിലുള്ള പാഠ്യവിഷയങ്ങളിലുള്ള ഫുൾ A+നോടൊപ്പം തന്നെ ജീവിതത്തിൽ വേണമെന്ന് പറയാനുള്ളൊരു കാരണം, നമ്മുടെ സ്കൂളിലെ ചേരാനല്ലൊരു ഭാഗത്തുള്ള ഒരു വിദ്യാർത്ഥിനിക്ക് ഏകദേശം 30 ലക്ഷത്തോളം രൂപ ചിലവ് വരുന്ന ഒരു അസുഖത്തിന് ആ കുട്ടി ഇപ്പോൾ ചികിത്സയിലാണ്. അപ്പോൾ ഏതെല്ലാം വിധത്തിലാണ് നമുക്ക് സാമ്പത്തികമായി സ്കൂളിൽ നിന്ന് സഹായിക്കാമെന്ന് പറഞ്ഞപ്പോൾ ഈ ബീരാൻ എന്ന് പറയുന്ന കുട്ടി, അവൻ അവധി ദിവസം, സ്കൂളില്ലാത്ത ഒരു അവധി ദിവസം അവൻ്റെ ബാപ്പയോടും കൂടി ചേർന്ന് ഒറ്റ ഒരു ദിവസം കൊണ്ട് അവൻ്റെ ചുറ്റുപാടുമുള്ള വീടുകളിൽ നിന്ന് സ്ക്രാപ്പ് പെറുക്കി എല്ലാ വീടുകളിലും ചെന്ന് ഇതാണ് ആവശ്യം, ആ കുട്ടിയുടെ ചികിത്സക്ക് തന്നാലാവുന്നത് സഹായിക്കണമെന്ന് പറഞ്ഞപ്പോൾ സ്ക്രാപ്പുകൾ കൊടുക്കുകയും സൗജന്യമായി കൊടുക്കുകയും ഒപ്പം സാമ്പത്തികം കൂടി സഹായിച്ച് ഒറ്റ ദിവസം കൊണ്ട് 75,000 രൂപ ബീരാൻ എന്ന് പറയുന്ന കുട്ടി, അവൻ കണ്ടിട്ട് പോലുമില്ലാത്ത കുട്ടിക്ക് കൊടുത്തു എന്നുള്ളത് തീർച്ചയായിട്ടും അവൻ എത്ര ഉയരത്തിൽ പോകുമ്പോഴും അവൻ ജീവിതത്തിൽ A+ മേടിച്ച കുട്ടിയാണ്. അപ്പം അവനെ കഴിഞ്ഞ ദിവസം ഒരു ചെറിയ ചടങ്ങിൽ ആദരിച്ചപ്പോൾ അവൻ പറഞ്ഞത്, ഞാനിതെല്ലാം പഠിച്ചത് എൻ്റെ ബാപ്പയിൽ നിന്നാണ്. എൻ്റെ ബാപ്പ ഒരു ഇലക്ട്രീഷ്യനും പ്ലംബറുമാണ്. ബാപ്പ ഇത്തരത്തിലുള്ള മറ്റുള്ളവരുടെ ചികിത്സ അല്ലെങ്കിൽ ആരോഗ്യത്തിലുണ്ടാകുന്ന ബുദ്ധിമുട്ട് പറയുമ്പോൾ ബാപ്പ എന്നും മറ്റുള്ളവരെ സഹായിക്കണമെന്നും മാത്രം പറഞ്ഞാൽ ഞാൻ കേട്ടിട്ടുള്ളത്. എൻ്റെ ബാപ്പ തന്നെയാണ് എനിക്ക് പ്രചോദനമെന്ന് ഒന്നുമല്ലാത്ത 9 വയസ്സുകാരൻ പറഞ്ഞപ്പോൾ തീർച്ചയായിട്ടും അതാണ് അവൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ പാഠം എന്നുള്ളതാണ്. അവൻ ആ സമയത്തും പറഞ്ഞു, അവനെ ആദരിക്കാൻ വിളിച്ച ചടങ്ങിലും അവൻ പറഞ്ഞത് നിങ്ങളും പറ്റുന്ന രീതിയിൽ സഹായിക്കണമെന്നാണ്. മാസങ്ങൾക്ക് ശേഷം തീർച്ചയായിട്ടും അത്തരത്തിൽ സമൂഹത്തിൽ വലിയ നന്മ ചെയ്യാനുള്ള ഒരു മനസ്സ് നമ്മുടെ പ്രിയപ്പെട്ട കുട്ടികൾക്ക് കൊടുക്കാനുള്ള ഒരു അവസരമാണ് നമ്മുടെ കുടുംബ യൂണിറ്റുകളും നമ്മുടെ ശാഖയും അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള എല്ലാ പരിപാടികളും അത്തരത്തിൽ നമ്മുടെ സമൂഹത്തിനും ഉതകുന്ന തരത്തിലാകട്ടെ എന്ന് മാത്രം ചുരുക്കി പറഞ്ഞുകൊണ്ട് നമ്മുടെ ഈ ഒരു കുടുംബ സംഗമ പരിപാടി എല്ലാ വർഷവും നടത്താൻ നമ്മുടെ ശാഖയുടെ ഭരണസമിതികൾ നടത്തുന്ന ഒരു പ്രവർത്തനത്തിന് എല്ലാവിധ പിന്തുണയും നൽകിക്കൊണ്ട് എല്ലാവിധ ആശംസയും അർപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. അടുത്തതായി നമ്മുടെ ജനറൽ കൺവീനർ ശ്രീ ശിവദാസൻ. ശരിക്കും പറയുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ കാലത്താണ് ഈ കുടുംബ യൂണിറ്റിൻ്റെ രൂപീകരണവും ഈ കുടുംബസംഘവും എല്ലാം അദ്ദേഹം വിഭാവനം ചെയ്തതാണ്. ആദ്യമായിട്ട് നമുക്ക് കാണിച്ചു തന്നത് ശിവദാസാണ്. അദ്ദേഹത്തിനെ എത്ര ബഹുമാനിച്ചാലും മതിയാവില്ല. കാരണം അദ്ദേഹത്തിൻ്റെ ഒരുപാട് ത്യാഗം ഈ കുടുംബ യൂണിറ്റ് ഉണ്ടാക്കുന്നതിനും ബൈലോ ഉണ്ടാക്കുന്നതിനും മരണപ്പെണ്ണിൻ്റെ ബൈലോ ഉണ്ടാക്കുന്നതിനും എല്ലാം അദ്ദേഹത്തിൻ്റെ ഒരു ആത്മാർത്ഥമായ സഹകരണം ഉണ്ടായി. അതുകൊണ്ടാണ് നമുക്ക് ഇത്രയും കൊല്ലം പിന്നിട്ടെങ്കിലും 22 വർഷം പിന്നിട്ടെങ്കിലും അദ്ദേഹം രൂപീകരിച്ച ഈ സംവിധാനം എല്ലാം അദ്ദേഹത്തിൻ്റെ ബുദ്ധിയിൽ നിന്ന് ഉദിച്ചതാണ്. അദ്ദേഹത്തിനെ 2 വാക്ക് പറയുന്നതിന് ക്ഷണിച്ചോളൂ. അതോടൊപ്പം ഈ കുടുംബസംഗമത്തിൻ്റെ യൂണിറ്റുകളിലെ ജനറൽ കൺവീനർ എന്ന നിലയ്ക്ക് അദ്ദേഹത്തിനെ കൃതജ്ഞത പറയുന്നതിന് കൂടി ക്ഷണിക്കുകയാണ്. ഇരുപത്തിരണ്ടാം കുടുംബസംഗമ ഉദ്ഘാടന സമ്മേളനത്തിൻ്റെ അധ്യക്ഷസ്ഥാനം അലങ്കരിക്കുന്ന ബഹുമാന്യനായ ശാഖാ പ്രസിഡന്റ് ശ്രീ എൻ സുഗതൻ അവറുകളെ, ഈ വേദിയിൽ സമയത്ത് തന്നെ എത്തിച്ചേരുകയും ഇവിടെ സന്നിഹിതരായിരിക്കുന്നവരുടെ മനോഗതിക്കും അവരുടെ ഭാവിക്കും ഉതകുന്ന രീതിയിൽ ചരിത്രബോധത്തോടും അതിനോടൊപ്പം തന്നെ ഗുരുദേവൻ്റെ മഹത്വത്തെക്കുറിച്ചും അനുഗ്രഹ പ്രഭാഷണം നടത്തിയ ശ്രീമദ് ധർമ്മചൈതന്യ സ്വാമികൾ അവരുകളെ, തിരക്ക് മൂലം നേരത്തെ പോകേണ്ടി വന്നെങ്കിലും
മേൽഘടകത്തിൻ്റെ പ്രതിനിധി എന്നുള്ള രീതിയിൽ ഇവിടെ എത്തി ഈ ഉദ്ഘാടന സമ്മേളനം, ഈ സംഗമത്തിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ച ശ്രീ അഭിലാഷ് അവറുകളെ, അതുപോലെ തന്നെ ആശംസാ പ്രസംഗം കൊണ്ട് നമ്മളെ പ്രബുദ്ധരാക്കിയ പ്രിയങ്കരനായ MLA ശ്രീ TJ വിനോദ്, പ്രിയപ്പെട്ട കൗൺസിലർ ശ്രീമതി അംബിക, ശാഖാ സെക്രട്ടറി ശ്രീ കാർത്തികേയൻ, മറ്റ് ഭാരവാഹികളെ, പോഷക സംഘടന പ്രവർത്തകരായിട്ടുള്ള ശ്രീമതി ഉഷ, ശ്രീമതി ഷാലി, മറ്റ് യൂത്ത് മൂവ്മെൻ്റ് പ്രവർത്തകരെ, ഇവിടെ സന്നിഹിതരായിരിക്കുന്ന ശ്രീനാരായണ ധർമാധിഷ്ഠിത പ്രവർത്തനങ്ങളുടെ ഭാഗമായ കുടുംബ യൂണിറ്റിൻ്റെ അംഗങ്ങളെ, ഭാരവാഹികളെ, കുഞ്ഞുങ്ങളെ, എല്ലാവർക്കും ഗുരുദേവനാമത്തിൽ എൻ്റെ വിനീത നമസ്കാരം. നമ്മളൊരു യുദ്ധ സമാനമായിട്ടുള്ള, എന്നാൽ യുദ്ധം എന്ന് പറയാറായിട്ടില്ല, എന്നാൽ ആൾനാശം സംഭവിച്ചു കൊണ്ടിരിക്കുന്നു. അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് നേരം പുലരുന്നത് കഴിഞ്ഞ 2-3 ദിവസങ്ങളായിട്ട്. അതായത് ഉല്ലാസയാത്രയ്ക്ക് പോയ നിരപരാധികളായിട്ടുള്ള 26 സഹോദരന്മാരെ നിഷ്കരുണം വെടിവെച്ചു കൊന്ന, അതും ബന്ധുക്കളുടെയും കുഞ്ഞുങ്ങളുടെയും മക്കളുടെയും ഒക്കെ മുന്നിൽ വെച്ച് വെടിവെച്ചു കൊന്ന ഒരു തീവ്രവാദ സാഹചര്യം നിലനിൽക്കുന്ന കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. അതിനെത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന സർവ്വമനുഷ്യരും തുല്യരാണെന്നും മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതിയെന്നും ആഹ്വാനം ചെയ്ത ഒരു മുനിവര്യൻ്റെ ധർമ്മപ്രചാരണ വഴിയിൽ നിൽക്കുന്നവരാണ് നമ്മൾ. അങ്ങനെ പൊരുത്തപ്പെടാത്ത 2 യാഥാർത്ഥ്യം, വർത്തമാനകാല യാഥാർത്ഥ്യവും സ്വപ്നം കണ്ട ഒരു ധർമ്മബോധവും തമ്മിലുള്ള ഒരു സംഘർഷം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു മുഹൂർത്തമാണ് നമ്മുടെ മുമ്പിലുള്ളത്. അവിടെയാണ് ശ്രീനാരായണ ധർമ്മത്തിൻ്റെ പ്രസക്തി, മനുഷ്യത്വം ജാതി എന്നുള്ളതിൻ്റെ പ്രസക്തി. 1921 തുർക്കിയിലെ സുൽത്താനായിരുന്ന ഒരാളിനെ അന്നത്തെ ബ്രിട്ടീഷ് ഭരണകൂടം, അവിടുത്തെ അധീശത്തിലിരുന്ന ബ്രിട്ടീഷ് ഭരണകൂടം പുറത്താക്കിയതിൻ്റെ അടിസ്ഥാനത്തിൽ ലോകത്ത് മൊത്തം മുസ്ലിങ്ങൾ അതിൽ പ്രതിഷേധിച്ചുകൊണ്ടൊരു സമരം നടത്തി. അത് ഇന്ത്യയിലും ഉണ്ടായി. 1921 നടന്ന ആ ഒരു സംഭവം നമ്മുടെ മലബാറിലും ഉണ്ടായി. അതിൻ്റെ മൂർത്തരൂപം എന്ന് പറയുന്നത് ഹിന്ദുക്കൾക്കെതിരെ മുസ്ലിങ്ങൾ നടത്തിയ ഒരു സമരമായിരുന്നു യഥാർത്ഥത്തിൽ അത്. പക്ഷേ അതിനെ കൊടുത്തിരിക്കുന്ന നിർവചനം എന്ന് പറയുന്നത് ജന്മികൾക്കെതിരെ അവിടുത്തെ അടിസ്ഥാന വർഗം നടത്തിയ സമരം എന്നുള്ള രീതിയിലാണ്. എന്തായാലും അത് മനുഷ്യത്വഹീനമായിരുന്നു എന്നുള്ളത് കൊണ്ടും അന്ന് ഗുരുദേവൻ സശരീരനായി പ്രചാരണങ്ങൾ നടത്തിക്കൊണ്ടിരുന്ന ഒരു കാലഘട്ടമായതുകൊണ്ടും അന്ന് അദ്ദേഹത്തിന് ആജ്ഞാപിക്കാനായിട്ടുള്ള, അല്ലെങ്കിൽ അത് വിശ്വാസമുള്ള ഒരാൾ, ആജ്ഞാപിച്ചാൽ അത് നടപ്പിലാക്കുമെന്നുള്ള ഒരാൾ കുമാരനാശാനായിരുന്നതുകൊണ്ടും അദ്ദേഹം അവിടുത്തെ സത്യാവസ്ഥ എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി കുമാരനാശാനെ നിയോഗിച്ചു. അങ്ങനെ അദ്ദേഹം അവിടെ പോയി എഴുതിയ ഒരു കവിതയാണ് ദുരവസ്ഥ. അപ്പോൾ കുമാരനാശാന്റെ ദൃഷ്ണാശക്തി കൊണ്ട് ആ സംഭവത്തിനെ അദ്ദേഹം ഹിന്ദുക്കളുടെ ഇടയിലുള്ള വലിയവൻ അല്ലെങ്കിൽ ബ്രാഹ്മണൻ എന്നുള്ള ഭാവവും അടിയാൻ അല്ലെങ്കിൽ പൊലയൻ എന്നുള്ള ഭാവവും സമന്വയിപ്പിച്ചിട്ട് മനുഷ്യത്വം കൊണ്ട് അവിടെ ഒരു കഥ സൃഷ്ടിക്കുകയാണ് ദുരവസ്ഥയിൽ ചെയ്തതെങ്കിലും അവിടുത്തെ യാഥാർത്ഥ്യം ഉൾക്കൊണ്ടുകൊണ്ട് അദ്ദേഹം കുറച്ച് പാണൻ പാട്ടുകൾ കൂടി എഴുതിയിരുന്നു. എന്നിട്ടത് പാടാനായിട്ട് അദ്ദേഹം പാണന്മാരെ നിയോഗിക്കുകയും ചെയ്തു. പാണന്മാരെ ഓരോ വീടുകളിൽ പോയി പാടി കിട്ടുന്ന പൈസ കൊണ്ടാണ്, അന്നെല്ലാം ഈശ്വരനെ പ്രകീർത്തിച്ചുകൊണ്ടുള്ള പാട്ടുകളും നാടൻ പാട്ടുകളുമൊക്കെയാണ് പാണന്മാർ പാടുന്നത്. നിങ്ങൾക്കറിയാമല്ലോ, ഇന്നത്തെ ഒരു നാടൻ പാട്ടുകാരനെ നമ്മൾ ഈ അടുത്ത ദിവസം അവൻ്റെ കഴുത്തിൽ ഒരു പുലിപ്പല്ലുണ്ടെന്ന് പിടിച്ച് പറഞ്ഞുകൊണ്ട് 2 ദിവസം പിടിച്ച് ജയിലിട്ടു. റാപ്പ് സംഗീതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, നമ്മൾ ഋതമിക്കായിട്ട് താളാത്മകമായിട്ട് ഒരു സന്ദേശം കൈമാറുന്നതിനെയാണ് റാപ്പ് സംഗീതം എന്ന് പറയുന്നത്. നമ്മുടെ കൊയ്ത്തുപാട്ടുകളെല്ലാം താളാത്മകമായിട്ട് സന്ദേശം കൈമാറുന്ന പാട്ടുകളാണ്.
അതിനകത്ത് ഏത് വലിയ രാജാവിനെയും ജന്മിയെയും അധിക്ഷേപിക്കാനായിട്ടുള്ള, കളിയാക്കാനായിട്ടുള്ള സ്വാതന്ത്ര്യം ആ പാട്ടുകളുടെ സൃഷ്ടാക്കൾക്കുണ്ട്. പാണൻ പാട്ടുകൾക്കുണ്ട്. കുഞ്ചൻ നമ്പ്യാരുടെ പാട്ടുകളൊക്കെ അങ്ങനെ ഉണ്ടായതാണ്. ഈ പായസത്തിൻ്റെ കയ്പ് അടിയന് വളരെ ഇഷ്ടപ്പെട്ടു എന്നാണ് അന്ന് കുഞ്ചൻ നമ്പ്യാർ പറഞ്ഞത്. ഈ പായസത്തിന് ഭയങ്കര കയ്പാണല്ലോ എന്ന് തമ്പുരാൻ പറഞ്ഞപ്പോൾ, നാടുവാഴി പറഞ്ഞപ്പോൾ ഈ കയ്പ് അടിയന് ഇഷ്ടമാണ് എന്ന് തിരുത്തി പറഞ്ഞ ആളാണ് കുഞ്ചൻ നമ്പ്യാർ. അതായത് മേളിലിരിക്കുന്ന ആൾ അല്ലെങ്കിൽ സ്വാധീനമുള്ള ആൾക്കാർ എന്ത് വിഡിത്തം പറഞ്ഞു കഴിഞ്ഞാലും അത് അംഗീകരിച്ചു കൊടുക്കുക എന്നുള്ളതിനെ ചോദ്യം ചെയ്തു എന്നതാണ് കുഞ്ചൻ നമ്പ്യാരുടെ ആ പ്രവൃത്തി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ ചോദ്യം ചെയ്യാൻ സാമർഥ്യമുള്ള അല്ലെങ്കിൽ അവകാശമുള്ള ഒരു സമൂഹമായിരുന്നു അന്നത്തെ ഉണർത്തുപാട്ടുകാരെല്ലാം. അതുകൊണ്ടാണ് പാണൻപാട്ട്, കുറത്തിപ്പാട്ട് ഇങ്ങനെയുള്ള പാട്ടുകളൊക്കെ പണ്ട് തൊട്ടേ പ്രചാരങ്ങളായത്. പിന്നീടാണ് ഭക്തിമാർഗത്തിൽ കൂടി ഹരികഥ കാലാക്ഷേപം എന്നുള്ള രീതിയിലും പിന്നീട് കഥാപ്രസംഗം എന്നുള്ള രീതിയിലും നവനവങ്ങളായുള്ള ആശയങ്ങളും ഒക്കെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൻ്റെ ഭാഗമായി വരികയും ശ്രീനാരായണ ഗുരു തന്നെ കഥാപ്രസംഗത്തിനെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്ത ചരിത്രം നമുക്കറിയാം. ഋതംബരാനന്ദ സ്വാമികൾ കഴിഞ്ഞ ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ഒരു സംഗമവേദിയിൽ വന്ന് അദ്ദേഹം അതിനെപ്പറ്റി പ്രതിപാദിക്കുകയുണ്ടായി. ഇന്നിപ്പോൾ മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി, അതായത് എല്ലാ മതങ്ങളും എത്തിച്ചേരുന്നത് ആത്യന്തികമായി ഒരു ലക്ഷ്യത്തിലാണെന്ന് നമ്മുടെ ഗുരു പഠിപ്പിച്ചപ്പോൾ ഇന്ന് മതം എന്നുള്ളത് അധികാരത്തിന് വേണ്ടിയിട്ടുള്ള ഒരു ഏണിപ്പടിയായിട്ടാണ് പല മതമേലധ്യക്ഷന്മാരും കണക്കാക്കുന്നതും പ്രയോഗിക്കുന്നതും എന്നുള്ളത് യാഥാർത്ഥ്യം നമ്മൾ കാണുന്നുണ്ട്. നിങ്ങൾക്കറിയാം, രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കാൻ പോവുകയാണെന്ന് പറഞ്ഞ ഒരു പുരോഹിതൻ കേരളത്തിൻ്റെ വടക്കേറ്റത്തുണ്ട്. ഫാദർ പാംപ്ലാനി എന്താണെന്ന് തോന്നുന്നു അദ്ദേഹത്തിൻ്റെ പേര്. ഞങ്ങളും രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കുക. അപ്പോൾ രാഷ്ട്രീയ പാർട്ടികൾ അധികാരങ്ങൾ പങ്കുവെക്കുമ്പോൾ മതസംഘടിത രൂപങ്ങൾക്ക് പ്രാമുഖ്യം കൊടുക്കുന്നു എന്നുള്ള യാഥാർത്ഥ്യമാണ് അദ്ദേഹം ആ പറഞ്ഞതിനകത്തൂടെ ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്, അല്ലെങ്കിൽ ഇതാക്കുന്നത്, വ്യക്തമാക്കുന്നത്. നമ്മളിപ്പോൾ ഗുരുദേവൻ സൃഷ്ടിച്ച ധർമ്മബോധത്തിൻ്റെ ആണിക്കല്ലെന്ന് പറയുന്നത് എന്താണ്? മദ്യം വിഷമാണ്, അതുണ്ടാക്കരുത്, കൊടുക്കരുത്, കുടിക്കുകരുത്. കേരളത്തിൽ ജനിച്ച ഗുരുദേവനോട് ഇന്ന് കേരളത്തിലെ മദ്യനയത്തിൻ്റെ ഇതുമായിട്ട് താരതമ്യം ഉരച്ചു നോക്കുമ്പോൾ എത്രമാത്രം ബഹുമാന ഗുരുദേവന് നമ്മൾ കൽപ്പിക്കുന്നുണ്ട് എന്നുള്ളത് നമ്മുടെ ഇന്നത്തെ സാഹചര്യമായിട്ട് തട്ടിച്ചു നോക്കുമ്പോൾ മനസ്സിലാവും. മഹാത്മാഗാന്ധി ജനിച്ചു എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് തന്നെ ഗുജറാത്തിലെ വർഷങ്ങളായിട്ട് മദ്യനിരോധനം നിലനിൽക്കുകയാണ്. അതേസമയത്ത് മദ്യം വിഷമാണ്, ഉണ്ടാക്കരുത്, കൊടുക്കരുത്, കുടിക്കരുത് എന്ന് ആഹ്വാനം ചെയ്ത കേരളത്തിൽ ഋഷിതുല്യനായ അല്ലെങ്കിൽ ഋഷിയായ മന്ത്രം ഉണ്ടാക്കിയ ആളെയാണല്ലോ ഋഷി എന്ന് പറയുന്നത്. നമ്മുടെ പുരാണപ്രോക്തങ്ങളായിട്ടുള്ള മന്ത്രങ്ങളൊക്കെ എങ്ങനെയുണ്ടായി? അത് ഏത് ഋഷിയെന്ന് എടുത്ത് പറയാൻ പറ്റാത്ത രീതിയിൽ പരമ്പരയായിട്ട് ഋഷികൾ ഉണ്ടാക്കിയ മന്ത്രങ്ങളുടെ വേദവ്യാസൻ ക്രോഡീകരിച്ച 4 വേദങ്ങളാണ് നമുക്കുള്ളത്. മന്ത്രങ്ങളുടെ അതിനെ കൂട്ടിച്ചേർത്ത ആളെന്നുള്ള രീതിയിലാണ് വേദവ്യാസന. പക്ഷേ വേദവ്യാസൻ്റേതല്ല മന്ത്രങ്ങൾ ഋഷിപ്രോക്തങ്ങളാണ്. പക്ഷേ നമുക്ക് അറിവുള്ള ഒരാളുണ്ട്, മന്ത്രം രചിച്ച ഇന്നയാളാണ് ഈ മന്ത്രം രചിച്ചതെന്ന് പറയാനുള്ള ഒരു ഋഷിയുണ്ട് എന്നുള്ളത് നമ്മളെ സ്വാമികൾ ഇവിടെ ബോധ്യപ്പെടുത്തി കഴിഞ്ഞു. അപ്പോൾ നമ്മൾ അത്രയും കാലിക പ്രസക്തിയുള്ള, നമ്മളോട് തൊട്ടറിയാനുള്ള ദൂരത്തിലുള്ള ഒരു ഋഷിയുടെ വാക്ക് പോലും നമ്മുടെ ഭൗതിക ലാഭത്തിന് വേണ്ടി ബലി കഴിക്കുന്ന ഒരു യാഥാർത്ഥ്യം നിലനിൽക്കുമ്പോഴാണ് ശ്രീനാരായണ ധർമ്മത്തിൻ്റെ വഴികളിൽ കൂടി നമ്മൾ സഞ്ചരിക്കുന്നു എന്ന് അഭിമാനിക്കുകയും കഴിഞ്ഞ 30 വർഷമായിട്ട് ഇതിൻ്റെ സാരഥ്യം വഹിക്കുന്നവരെ ലോകത്ത് എല്ലായിടത്തും അല്ലെങ്കിൽ കേരളത്തിൻ്റെ നാനാഭാഗങ്ങളിലും പൂമാലയിട്ട് സ്വീകരിക്കുന്നു എന്നും നമുക്ക് മുമ്പേ ഒരു പ്രതിനിധി, നമ്മുടെ യൂണിയൻ്റെ പ്രതിനിധി ഇവിടെ ആത്മാഭിമാനത്തോട് പറഞ്ഞിട്ട് പോയതും എന്ന് നമ്മൾ തിരിച്ചറിയണം. അപ്പോൾ സംഘടനാ പ്രവർത്തനം എന്താണ്, അതിൻ്റെ ധർമ്മവശം ഉൾക്കൊണ്ടുകൊണ്ടാണോ സംഘടനാ പ്രവർത്തനം നടത്തുന്നത് എന്നുള്ളത് ഒരു പുനഃപരിശോധന ആവശ്യപ്പെടുന്ന ഒരു കാലഘട്ടമാണ് ഇന്ന് നിലവിലുള്ളത് എന്ന് പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ രാജ്യത്തിൻ്റെ കാഴ്ചപ്പാടായാലും ശരി തന്നെ, മതത്തിൻ്റെ കാഴ്ചപ്പാടായാലും ഒക്കെ തന്നെ ഇത് വിപ്ലവകാത്മകമായിട്ട് നാശത്തിലേക്ക് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്ന ഒരു വർത്തമാനകാല യാഥാർത്ഥ്യത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ ശ്രീനാരായണ ധർമ്മം പ്രചരിപ്പിക്കാനും പാലിക്കാനും ബാധ്യസ്ഥരായിട്ടുള്ള നമ്മൾ എത്രത്തോളം അതിൽ ബദ്ധശ്രദ്ധരാണ് അല്ലെങ്കിൽ അതിനോട് നീതി പുലർത്തുന്നുണ്ട്
എന്നുള്ളത് ഒന്ന് പുനഃപരിശോധിക്കേണ്ട സമയമാണ്. ഇതുപോലുള്ള വേദികൾ അതിനും കൂടി പ്രയോജനപ്പെടണം. അല്ലാതെ വന്ന് സ്തുതിപാഠകർ പറയുന്നത് മാത്രം കേട്ടുകൊണ്ട് പോകേണ്ടവരല്ല നമ്മൾ. മറിച്ച് അത് വിഭാവന ചെയ്ത രീതിയിൽ തന്നെ പ്രാവർത്തികമാക്കുന്നുണ്ടോ എന്നും വരാനിരിക്കുന്ന തലമുറയിലേക്ക് നമ്മളുടെ ധർമ്മവഴി കുട്ടികളെ എത്രത്തോളം പ്രാപ്തരാക്കുന്നു എന്നുള്ളതുമാണ് നമ്മൾ ചിന്തിക്കേണ്ടുന്ന കാര്യങ്ങൾ. ഗുരുദേവൻ്റെ കൃതികളിലൂടെ ഗുരുദേവ ധർമ്മം എന്താണെന്ന് മനസ്സിലാക്കാനുള്ള പ്രവർത്തനങ്ങളാണ് കുടുംബ യൂണിറ്റ് വഴി നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ക്രോഡീകരണം വർഷാവർഷം നടത്തിക്കൊണ്ടുള്ള ഒരു പദ്ധതിയാണ് ഗുരുപഥം എന്നുള്ള രീതിയിൽ നടക്കുന്ന സംഗമങ്ങൾ. ഇവിടെ ഓരോ വിഷയങ്ങളിലും പ്രഗത്ഭരായിട്ടുള്ള ആൾക്കാർ വന്നിട്ട് സംസാരിക്കുമ്പോൾ നമുക്ക് പകർന്നു തരുന്ന അറിവുകൾ. നിങ്ങൾക്കറിയാം, കഴിഞ്ഞ വർഷം ഡോക്ടർ മോഹൻ ഗോപാൽ വന്നു. ഈ ജനാധിപത്യത്തിൽ പ്രാതിനിധ്യത്തിൻ്റെ പ്രാധാന്യം എന്താണ്, അത് എവിടെയൊക്കെയാണ് നിഷേധിക്കപ്പെടുന്നത് എന്ന് അദ്ദേഹം നമ്മളെ പഠിപ്പിച്ചു. കേരളത്തിൽ 3.5 കോടി ജനങ്ങളുണ്ട്. അതിനകത്ത് 29% ഏത് സമൂഹമാണെന്ന് നിങ്ങൾക്കറിയാം. 30% ഏത് സമൂഹമാണെന്ന് അറിയാം. 30% അല്ലെങ്കിൽ 29% ഉള്ള മുസ്ലിം സമുദായത്തിന് കിട്ടുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ എണ്ണത്തിലായാലും അതുപോലെ തന്നെ ഉദ്യോഗസ്ഥ മേഖലയിൽ കിട്ടുന്ന കാര്യങ്ങളിലായാലും അവർ ഇടപെടുന്ന ബിസിനസ്സുകളിലായാലും ഒക്കെ തന്നെ അവർ എത്രത്തോളം മുന്നോട്ട് പോയിരിക്കുന്നു. അത്രയും ജനസംഖ്യയുള്ള ഈഴവരാതി പിന്നോക്ക സമുദായങ്ങൾ പ്രതിനിധാനം ചെയ്യുന്ന SNDP യൂണിയനും അല്ലെങ്കിൽ SNDP യോഗവും അനുബന്ധ സ്ഥാപനങ്ങളും എത്രത്തോളം ഇപ്പോഴും പിന്നോക്കമാണ്. IAS ഉദ്യോഗമായാലും ശരി തന്നെ, IPS ഉദ്യോഗമായാലും ശരി തന്നെ. അഥവാ IPSൽ സനൽകുമാറിനെ പോലുള്ള ഒരാളൊക്കെ കടന്നുകൂടി കഴിഞ്ഞാൽ അവിടെ മറ്റ് വിദ്വേഷങ്ങൾ പറഞ്ഞുകൊണ്ട് അയാൾക്ക് കിട്ടാനുള്ള IG സ്ഥാനം വരെ ഇല്ലാക്കാനായിട്ടുള്ള മിടുക്ക് നമുക്കുണ്ട്. അല്ലാതെ അവിടെ അർഹതപ്പെട്ടതോ വാങ്ങിച്ചു കൊടുക്കുക എന്നുള്ളതല്ല, അവനെ കൂടെ ഇല്ലാതാക്കുക നിശ്ചിത താല്പര്യങ്ങൾക്ക് വേണ്ടി എന്നുള്ള ഒരു പ്രവർത്തന ശൈലിയാണ് നമ്മൾ ആവർത്തിച്ചു വരുന്നത്. ഒരു ബ്രെഡിൻ്റെ ഒരു അംശം കട്ടെടുത്ത മധുവിനെ കൊല്ലാനായിട്ട് കാണിച്ച ഉത്സാഹം നമ്മളുടെ കോർപ്പറേഷനിൽ കെട്ടിടം പണിയാൻ വേണ്ടി പോകുന്ന സമയത്ത് അപേക്ഷ കൊടുത്തു കഴിഞ്ഞാൽ ഓരോ നിലകൾക്കും 5000 രൂപ വെച്ച് കണക്കാക്കി 25,000 രൂപ ചോദിക്കുകയും അതിനകത്ത് 10,000 അഡ്വാൻസ് കൊടുക്കുമ്പോൾ പിടിക്കപ്പെടുകയും ചെയ്ത ഒരു സ്വപ്ന കാറിൽ നിന്ന് ഇപ്പോൾ ഇറങ്ങിയിട്ട് അങ്ങ് ജയിലിലോട്ട് കയറിയിട്ടുള്ള ഇനിയിപ്പോൾ അവിടെ നിന്ന് ഇറങ്ങണമെങ്കിൽ ജാമ്യം കിട്ടി ഇറങ്ങണം. ആ ഒരു യാഥാർത്ഥ്യത്തിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഒരു കഷ്ണം ബ്രെഡിന് വേണ്ടി ഒരു കടയിൽ നിന്ന് മോഷ്ടിച്ചു എന്ന് കുറ്റപ്പെടുത്തി തല്ലിക്കൊന്ന മധുവിൻ്റെ മാനസികാവസ്ഥ എവിടെ നിൽക്കുന്നു? അല്ലെങ്കിൽ അവനോടുള്ള ഈ സമൂഹത്തിൻ്റെ പ്രതിബദ്ധത എവിടെ നിൽക്കുന്നു? ഗവൺമെൻറ്റിൽ നിന്ന് ശമ്പളം കൊടുത്ത് നമ്മൾ നിലനിർത്തിയിട്ട് നമ്മുടെ ആവശ്യങ്ങൾ നിറവേറ്റാൻ വേണ്ടി ചെല്ലുമ്പോൾ കൈമടക്കായിട്ട് അവർ ആവശ്യപ്പെടുന്നത് കൊടുക്കേണ്ടി വരുന്ന ഗതികേട്. അപ്പോൾ നമ്മൾ എത്രത്തോളം പ്രബുദ്ധരായിരിക്കുന്നു, നമ്മൾ എന്തൊക്കെ നമുക്കിപ്പോഴും നേടാനുണ്ട്. സംഘടനയിൽ കൂടിയായാലും അതുപോലെ തന്നെ കൂട്ടായ പ്രയത്നത്തിൽ കൂടെ ആയാലും എത്രക്കൂടെ ശുദ്ധീകരണം നമ്മുടെ സമുദായത്തിൽ നടത്താൻ ഇനിയും ബാക്കിയിരിക്കുന്നു എന്നൊക്കെ ഇതിൻ്റെ ചൂണ്ടുപലകളായിട്ട് നമുക്ക് ബോധ്യപ്പെടണം. ആ ബോധ്യപ്പെടലിൻ്റെ ഭാഗമാണ് ഇതുപോലുള്ള സംഗമവേദികളിൽ വരുന്ന ആൾക്കാർ നമ്മളെ ബോധിപ്പിക്കുന്നത്. അത് ഒരു സമൂഹമായിട്ട് നമ്മൾ വരുന്നത് കൊണ്ടാണ്. നിർഭാഗ്യവശാൽ ഇന്നിവിടെ 10 മണിക്ക് തുടങ്ങേണ്ടിരുന്ന യോഗം മറ്റ് കളികളും മറ്റുമായിട്ട്, അതായത് ചന്തകളിലൊക്കെ ഈ പണ്ടൊക്കെ തമിഴ്നാട്ടിൽ നിന്ന് ഉൽപ്പന്നങ്ങൾ കൊണ്ടുവരുമായിരുന്നു. അന്നൊക്കെ കൈത്തറികളിൽ തുണികൾ കൊണ്ടുവരുമ്പോൾ അതിൻ്റെ കച്ചവടത്തിന് വേണ്ടി ആൾക്കാരെ കൂട്ടാനായിട്ട് ചില മാജിക്കുകളൊക്കെ കാണിക്കും. മാജിക്ക് കാണിക്കുമ്പോഴത്തേക്ക് ആൾക്കാർ കൂടും. എന്നിട്ടാണ് അയാൾ കച്ചവടം എടുത്ത് ഇന്ന സാധനങ്ങളെന്ന് പറഞ്ഞു മാജിക്ക് പകുതിക്ക് വെച്ച് നിർത്തും, പിന്നെ വിൽപ്പന തുടങ്ങും, ബാക്കി പിന്നെ കാണിക്കുമെന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞതുപോലെ നമുക്ക് കസേരകളി നടത്തേണ്ടി വരുന്നത് അതുകൊണ്ടാണ്. 10 മണിക്ക് നിശ്ചയിപ്പെട്ടിരുന്ന മുഹൂർത്തത്തിന് അല്ലെങ്കിൽ സമയത്തിന് നമുക്ക് ഉദ്ഘാടന സമ്മേളനം നടത്താൻ പറ്റാൻ അനുയോജ്യമായിട്ടുള്ള ഒരു ജനതതി ഇവിടെ എത്തിയിട്ടില്ല എന്നുള്ള ബോധ്യത്തിലാണ് നമ്മൾ അതിൻ്റെ ഇടയ്ക്ക് കസേരകളി എന്ന് പറയുന്ന മാജിക്ക് നടത്തേണ്ടി വന്നത്. നിങ്ങൾക്കറിയാമല്ലോ. അപ്പോൾ അതാണ് നമ്മൾക്ക് ഈ വിഷയത്തിലുള്ള താല്പര്യം. നമ്മൾ ഈ സംഘാടകരെ പലരും നേരത്തെ കുറ്റം പറയുന്നത് പോലെ അല്ലെങ്കിലും സംഘാടകർ ശ്രദ്ധിക്കണം എന്ന് നമ്മുടെ യൂണിയൻ പ്രതിനിധി പറയുകയുണ്ടായി. പക്ഷേ സംഘാടകർ എത്ര ശ്രദ്ധിച്ചു കഴിഞ്ഞാലും നമ്മുടെ ഈ ധർമ്മ വഴിയിലേക്കുള്ള പ്രവർത്തനത്തിൻ്റെ മനോഭാവം ഇതൊക്കെയാണെന്നുണ്ടെങ്കിൽ എങ്ങനെ വിജയിക്കാനാണ്? അതുകൊണ്ട് അതിൻ്റെ ഗൗരവത്തിൽ കാണണമെന്നും 2 ദിവസം നീണ്ടു നിൽക്കുന്ന 2 ദിവസമല്ല, ഇത് ആക്ച്വലി 10-15 ദിവസം ഈ പരിപാടി തുടങ്ങി. കുട്ടികളുടെ സ്പോർട്സ് ഉൾപ്പെടെയൊക്കെ തുടങ്ങിയിട്ട് മെയ് 1-ാം തീയതി തുടങ്ങിയതാണ്. അപ്പോൾ എല്ലാ മെയ് മാസങ്ങളുടെയും 2ാം ശനിയാഴ്ചയും ഞായറാഴ്ചയും ഉപയോഗിച്ചുകൊണ്ട് നടത്തപ്പെടുന്ന ഈ സംഗമം ഇത് 22ാമത്തെ വർഷത്തിലെത്തി നിൽക്കുകയാണ്. ഇതിനിടയ്ക്ക് കോവിഡ് കാലത്ത് 1-2 വർഷം മുടങ്ങിപ്പോയിട്ടുണ്ട്. ഒരു വർഷം ക്ഷേത്ര നിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ട് സാമ്പത്തികമായിട്ട് വളരെ ബുദ്ധിമുട്ടായിരുന്ന ഒരു വർഷം
നമ്മൾ സംഗമം നടത്തിയില്ല. പക്ഷേ കുടുംബയോഗങ്ങളും അതിൻ്റെ വർഷങ്ങളും നടത്തിയിരുന്നു. ഇങ്ങനെ 2-3 പ്രാവശ്യം ഇത് മുടങ്ങിപ്പോയിട്ടുണ്ടെങ്കിലും ഇതിൻ്റെ ആവശ്യകത ബോധ്യപ്പെട്ട് ഇതിൻ്റെ സംഘാടകർ പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ള കാര്യം യാഥാർത്ഥ്യമാണ്. പക്ഷേ അവർ വിളമ്പാൻ നിൽക്കുമ്പോൾ അത് കൈപ്പറ്റാനായിട്ടുള്ള പാത്രമായിട്ട് ചെല്ലാനുള്ള നമ്മളാണ് മടിച്ച് മാറി നിൽക്കുന്നത് എന്നുള്ള യാഥാർത്ഥ്യം നിങ്ങൾ മനസ്സിലാക്കണം. അത് പോരാ. ഒറ്റയ്ക്ക് വന്നതുകൊണ്ട് കാര്യമേ ഇല്ല. വീട്ടിൽ നിന്ന് കുട്ടികളെയും അതുപോലെ തന്നെ ഭാര്യ ഭർത്താവിനെയും ഭർത്താവ് ഭാര്യയെയും നിർബന്ധിച്ചുകൊണ്ട് തന്നെയാണ് ഇതുപോലുള്ള വേദികൾ വരേണ്ടത്. വർഷത്തിൽ ഒരിക്കൽ മാത്രമാണ് ഇതുപോലെയുള്ള അറിവ് പകർന്നു തരുന്ന ധർമ്മത്തിൻ്റെ വഴികളെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ അവകാശബോധത്തിൻ്റെ അറിവ് പകർന്നു തരുന്ന ഇതുപോലെയുള്ള സമ്മേളനങ്ങൾ നടക്കുന്നത് എന്നുള്ള യാഥാർത്ഥ്യം ഉൾക്കൊണ്ടുകൊണ്ട് ഇതിനെ കാണണമെന്നും ആ രീതിയിൽ തന്നെ അത് പകർന്നു വാങ്ങണമെന്നും അഭ്യർത്ഥിക്കാൻ ഈ സന്ദർഭം ഉപയോഗിച്ചുകൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. ഇന്നത്തെ ഈ സമ്മേളനത്തിൽ ഉദ്ഘാടന സമ്മേളനത്തിൽ അധ്യക്ഷം അലങ്കരിക്കുന്ന വളരെ ദീർഘകാലമായിട്ട് നമ്മളുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കും അതുപോലെ തന്നെ ഈ ധർമ്മ വഴിയിലുള്ള പ്രവർത്തനങ്ങൾക്കും കഴിവിൻ്റെ പരമാവധി അധ്വാനിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയങ്കരനായ പ്രസിഡന്റ് ശ്രീ എൻ സുഗതൻ അവർക്ക് നിങ്ങളുടെ ഏവരുടെയും പേരിലും എൻ്റെ സ്വന്തം പേരിലും ജനറൽ കൺവീനർ എന്നുള്ള രീതിയിലും ഞാൻ എൻ്റെ കൃതജ്ഞത നിങ്ങൾക്ക് വേണ്ടി രേഖപ്പെടുത്തുന്നു. വളരെ തിരക്ക് പിടിച്ച എൻഗേജ്മെന്റ് സാമൂഹ്യ രാഷ്ട്രീയ പ്രശ്നങ്ങൾക്കിടയിലും ഇവിടെ എത്തിച്ചേർന്ന ബഹുമാനപ്പെട്ട MLA ശ്രീ വിനോദ് അവർകൾക്കും അതുപോലെ തന്നെ കൗൺസിലർ ശ്രീമതി അംബികയ്ക്ക് കൗൺസിലറുടെ കാര്യം മാത്രമല്ല നമ്മുടെ കുടുംബ യൂണിറ്റുകളിൽ തന്നെ സജീവമായി പ്രവർത്തിച്ച 3ാം കുടുംബ യൂണിറ്റ് ശിവങ്കരദാസസ്വാമി കുടുംബ യൂണിറ്റിൻ്റെ വാർഷികങ്ങളിലൊക്കെ നിറസാന്നിധ്യമായിരുന്ന അംബികയെ നമുക്ക് ആ രീതിയിലും അറിയാവുന്നതാണ്. പക്ഷേ ഇന്നിപ്പോൾ തുടർച്ചയായിട്ട് 2ാം ടൈം കൗൺസിലറാണ്. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ അവരുടെ അനുഭവത്തിൽ ഈ ഒരു കുടുംബ യൂണിറ്റിൻ്റെ അംഗം എന്നുള്ള നിലയിൽ നിന്ന് അവർ വളരെ ഒരു ഉയർന്ന നിലവാരത്തിലേക്ക് അനുഭവങ്ങൾ കൊണ്ടും പ്രവർത്തനങ്ങളുടെ അവസരങ്ങൾ കൊണ്ടും വളർന്നിട്ടുണ്ട്. ആ തിരക്കുകൾക്കിടയിൽ ഇവിടെ വന്നെത്തി ആശംസ പ്രസംഗം അർപ്പിച്ച ശ്രീമതി അംബികയ്ക്കും അതുപോലെ തന്നെ ഈ വിജ്ഞാനപ്രദമായിട്ടുള്ള അതും ചരിത്രം ആത്മീയത മാത്രമല്ല ചരിത്രവും സാമൂഹികമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും കോർത്തിണങ്ങിക്കൊണ്ട് വിജ്ഞാനപ്രദമായി 1 മണിക്കൂറോളം നമ്മൾക്ക് അറിവ് പകർന്നു തന്ന ശ്രീ ധർമ്മജയന സ്വാമികൾക്ക് ഈ വർഷത്തിൻ്റെ പ്രത്യേകതകൾ പല പ്രാവശ്യം പല കാരണങ്ങൾ കൊണ്ട് നമ്മളെ ഓർമ്മിച്ചു. ഹോമമന്ത്രത്തിൻ്റെ 100ാം വാർഷികമാണ്. അങ്ങനെ പല കാര്യങ്ങളും നമ്മളെ ഓർമ്മിപ്പിച്ചു. ഗാന്ധിജി സന്ദർശനത്തിൻ്റെ 100ാം വർഷം. ഇതുപോലെ ചരിത്രബോധത്തോടുകൂടിയും ആത്മീയ കാര്യങ്ങളിലും അറിവ് പകർന്നു തന്ന ശ്രീ ധർമ്മചൈതന്യ സ്വാമികൾക്കും അതുപോലെ തന്നെ അത് അർത്ഥവത്താക്കിയത് ഇവിടെ ശ്രോതാക്കളായി എത്തിയിരിക്കുന്ന നിങ്ങളാണ്. അത് ഗ്രഹിക്കാനും ശ്രവിക്കാനുമായി സന്നിഹിതരായിരിക്കുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും നന്ദി അർപ്പിച്ചുകൊണ്ടും ദീർഘിപ്പിക്കുന്നില്ല. 1 മണിക്ക് തന്നെ ഉച്ചഭക്ഷണ സമയമാണ്. ഇതിൻ്റെ എല്ലാം ചുക്കാൻ പിടിക്കുന്ന സെക്രട്ടറി ശ്രീ കാർത്തികേയനും അതിനോടൊപ്പം തന്നെ അദ്ദേഹത്തെ സഹായിച്ചുകൊണ്ടിരിക്കുന്ന ഭരണസമിതി അംഗങ്ങൾക്കും അവർക്ക് വേണ്ടുന്ന പ്രോത്സാഹനം കൊടുത്തുകൊണ്ടിരിക്കുന്ന പോഷക സംഘടനാ ഭാരവാഹികൾക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടിയും ഭരണസമിതിക്ക് വേണ്ടിയും കൃതജ്ഞത അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. തുടർന്ന് വരുന്ന എല്ലാ പരിപാടികളിലും കൂടുതൽ പങ്കാളിത്തത്തിന് വേണ്ടിയുള്ള പരിശ്രമങ്ങൾ നിങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടാവണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ശ്രീനാരായണ ധർമ്മം വിജയിക്കട്ടെ. എല്ലാവർക്കും ഭക്ഷണം നമ്മുടെ ഗുരുപൂജ ഹാളിൽ തയ്യാറാണ്. എല്ലാവരെയും ഭക്ഷണത്തിന് വേണ്ടി ക്ഷണിക്കുന്നു. അതുപോലെ തന്നെ ഇന്ന് ഉച്ചയ്ക്ക് ശേഷം 2 മണിക്ക് ക്വിസ് മത്സരമാണ്. ക്വിസ് മത്സരത്തിന് പേര് കൊടുത്തിട്ടുള്ളവരും അതിൽ തൽപരരായവരും നേരത്തെ തന്നെ തിരികെ എത്തണമെന്ന് അഭ്യർത്ഥിക്കുന്നു. 3 മണി മുതൽ നടക്കാൻ പോകുന്ന പ്രഭാഷണം ഏറ്റവും വിശേഷപ്പെട്ടതാണ്. പോലീസ് ജനമൈത്രി ട്രെയിനറായ KP അജേഷ് അവർ നടത്തുന്ന ദിശ 2025 എന്ന പരിപാടിയാണ് ഉച്ചയ്ക്ക് ശേഷമുള്ളത്. നമ്മൾ ഏത് ദിശയിലേക്കാണ് പോകേണ്ടത്, നമ്മളുടെ കുട്ടികളുടെ ദിശ എന്തായിരിക്കണം, കുട്ടികളും മാതാപിതാക്കളും തങ്ങൾ ഏത് രീതിയിലാണ് ഇടപെടേണ്ടത്, ഈ വക കാര്യങ്ങൾ വളരെ ദീർഘമായ പരീക്ഷണങ്ങളും റിസർച്ചുകളും ഒക്കെ നടത്തി അതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം നടത്തുന്ന ഈ പരിപാടി ഓരോ കുടുംബിനിക്കും കുടുംബനാഥനും ഉപകാരപ്രദമായിരിക്കും. അതൊരു കാരണവശാലും വിട്ടുപോകരുത്. എല്ലാവരും 3 മണിക്ക് ഇവിടെ സന്നിഹിതരായി അതൊരു വലിയ വിജയമായി
മാറ്റുകയും അതുപോലെ അതിൻ്റെ ഗുണഫലങ്ങൾ നമ്മൾക്ക് അനുഭവിക്കാനുള്ള ഇടമുണ്ടാകട്ടെ എന്നും ആശിക്കുന്നു. നന്ദി, നമസ്കാരം. അപ്പോൾ ഇന്നത്തെ ഉദ്ഘാടന സമ്മേളനം ഇവിടെ സമാപിക്കുന്നു. നന്ദി.